ഏയ് പ്രഭു നാം എന്താണ് ഈ കാണുന്നത്? ആണ് ഈ ഒരു ഫാൻ നന്നാക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അട്ടത്ത് വലിഞ്ഞു കയറുക കേട്ടോ. ട്രൗസറൊക്കെ ഇട്ടിട്ടുണ്ടോയെന്ന് ഞാൻ മെല്ലെ ഒന്ന് പൊക്കി നോക്കിയതാണ്. കാരണം നമ്മളെല്ലാം ഒന്ന് ഉറപ്പ് വരുത്തണല്ലോ, നാട്ടുകാർ മൊത്തം കാണുന്ന വീഡിയോ ആണല്ലോ. ആ ഫാനാണെങ്കിൽ എന്തോ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞു കേട്ടോ, അത് പോയതാണ്, അതിൻ്റെ മേലെ പണിയെടുക്കാൻ നിൽക്കണ്ടെന്നുള്ളത്. പക്ഷെ രണ്ടുപേരും കേട്ടില്ല. എവിടെയൊക്കെയോ പോയിട്ട് ഏണിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ മേലെ എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ടായിരുന്നു. അത് വല്ലപ്പോഴൊക്കെ ഒന്ന് കറങ്ങിക്കൊണ്ടിരുന്ന കേട്ടോ. ഇപ്പോൾ തീർത്തും അത് കറങ്ങാതെ ആയി പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ മേലെ വന്നിട്ട് എന്തെല്ലോ പണിയെടുത്തിട്ട് അതിനെ നശിപ്പിച്ച് പിന്നെ കുറേ പൊടിയൊക്കെ തൂത്ത് പെറുക്കി മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി കേട്ടോ. നമ്മുടെ അപ്പക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏണി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അതേ വന്നിട്ട് ഭയങ്കര നിരാശയായിട്ട് കിടക്കുന്നു കേട്ടോ. പണ്ട് എൻ്റെ ഇച്ചമ്മ വീട്ടിൽ പോയ സമയത്ത് അപ്പക്കുട്ടൻ ഏണിയും കൊണ്ട് വന്ന സമയത്ത് പേടിച്ചോടിയപ്പോൾ അപ്പക്കുട്ടൻ്റെ കാലിൻ്റെ ഒരു വിരലൊക്കെ മുറിവൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നേ. ആ ഒരു പേടിയാണ്. ആ ഏണീൻ്റെ ഒരു ഒച്ച കേട്ട് കഴിഞ്ഞാൽ അപ്പക്കുട്ടൻ ഓടി രക്ഷപ്പെടുവേ. പിന്നെ അവിടുന്ന് അടുത്ത മുറിയിലേക്ക് നമ്മുടെ പ്രഭു വന്നു കേട്ടോ. അവിടെയും ഇതേ അട്ടത്തിൽ കയറി നിൽപ്പുണ്ടേ. ഞാൻ വീണ്ടും ട്രൗസറൊക്കെ കിട്ടുമെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. നമ്മുടെ എയർ ഹോളിൽ നോക്കുമ്പോൾ എന്തോ ഒന്നിരിക്കണേ, നമ്മുടെ മണിക്കുട്ടിയാണ് അവിടെ പോയിരിക്കുന്നത്. പണിയെടുക്കുന്ന കാണാനാണോ കാറ്റ് കൊള്ളാനാണോ എന്നറിയത്തില്ല, അവൾ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നേ. അതേപോലെ തന്നെ ഇതും കുറച്ച് തൂത്തും തുടച്ചൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഏതോ ഒരു സ്ക്രൂ താഴേക്ക് പോകണ കണ്ടുപോയി. അത് എന്താന്നൊട്ട് തിരിഞ്ഞൂല, അത് എവിടെയുള്ളതാണെന്നും അറിയത്തില്ലേ. അങ്ങനെ തൂത്തും തുടയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ തേടുന്ന പരിപാടിയിലായിരുന്നു കേട്ടോ. അത് എവിടുന്ന് ചാടിപ്പോയി, അതിൻ്റെ ആവശ്യം എന്താണെന്നൊന്നും തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ തപ്പി കണ്ടുപിടിച്ച് എടുത്തു കിട്ടും അതിനെയും കൂടെ. പക്ഷെ അത് കറങ്ങിക്കൊണ്ടിരുന്ന ഫാനായിരുന്നു. വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെയും കറങ്ങലൊക്കെ നിന്ന് പോയിട്ടോ. നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അതുപോലെ തന്നെ ഞങ്ങളെ ഞങ്ങളുടെ ഫാമിലിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ പറയുന്നതായിരിക്കും കേട്ടോ.